ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ ടീച്ചർ വിളിയൊന്ന് ഒഴിവാക്കിക്കൂടെ? അത് ഞാൻ ചുമ്മാ വിളിക്കണല്ലേ. ടീച്ചർ അങ്ങോട്ടാ? ഞാനേ എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി കാക്കനാട് പോവാ. കാക്കനാടിലോട്ടാണോ? ഞാനും അങ്ങടാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ വേണ്ട, ഞാനൊരു ഓട്ടോ പിടിച്ചു പോക്കോളാം. എന്റെ ടീച്ചറെ, എനിക്ക് എന്റെ അളീനെ എന്താണല്ലോ അവിടുന്ന് പിക്ക് ചെയ്യാൻ പോണം. ടീച്ചർ വാ, ഞാൻ ആക്കാന്ന്. എടാ കുഴപ്പമില്ലടോ, ഞാൻ പൊക്കോളാം. ആ അതെന്താന്ന്? ഒന്നുമില്ലല്ലോ, എന്റെ പഴയ ഫ്രണ്ട് അല്ലേ. പഴയ ഫ്രണ്ടോ? ആടോ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ശരി. അതെ, ഈ കവർ ഒന്ന് ഫ്രണ്ടിൽ വെക്കാമോ? കേറുവാണേ. ഓക്കെ. ഈ ഭാഗത്തായിട്ട് നിർത്തിക്കും. ആ ഇവിടെ തന്നെ നിർത്തിക്കാം. എനിക്ക് ശരിക്കും പറഞ്ഞ ആ ഭാഗത്തോട്ടാ പോണ്ടത്. ഇല്ലടാ, എന്റെ 2-3 ഫ്രണ്ട്സ് ഉണ്ട്, അപ്പൊ അവരെയും കൂട്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോവാം. താങ്ക് യു സോ മച്ച് കേട്ടോ. വെൽക്കം. ലച്ചുവിനോടും പറഞ്ഞോടും പ്രത്യേക അന്വേഷണം പറയണം. ശരിടാ, ബൈ ബൈ. നീ ഇങ്ങോട്ട് വരാൻ നോക്കി. എടാ അവിടെ മൊത്തം വെയിലാ, ഇങ്ങോട്ട് വാ. എടാ ഇവിടെ ഒരു വലിയ മരമുണ്ട്, മരത്തിന്റെ ചോട്ടില്. കൈമുക്കി കാണിക്കോ? കിഴങ്ങ ഇവിടെ ഇവിടെ ഇവിടെ. ഇത് പരിപാടികളെ അളയൻ അങ്ങോട്ട് വന്നൂടായിരുന്ന. അവിടെയൊക്കെ നല്ല വെയിലാടാ അളയാ. പിന്നെ ഓ നല്ല വിശപ്പ്. വിശക്കുന്ന മോന്, നമുക്കേ വീട്ടിലെത്തിയിട്ട് കഴിക്കാട്ടോ. ചുട്ടോ, ഞാനൊരു അടുത്ത കോഴ്സ് നാട്ടിൽ ചെയ്യുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? മക്കളിപ്പോ ഒരു കോഴ്സ് ചെയ്തോണ്ടിരിക്കുവല്ലേ, അതാദ്യം തീരട്ടെ, എന്നിട്ട് അതിനെ പറ്റി ആലോചിക്കാം. ഇനി എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ. എത്തിയല്ല മല്ലനും മാധവനും. അടുത്തവണ ഞാൻ വല്ല വണ്ടി വിളിച്ച് പോക്കോളാം, പ്രശ്നം കഴിഞ്ഞല്ലോ. അങ്ങനെ ആവട്ടെ. എന്താണ് ഹേ, മൊടയാണോ? മൊട ആർക്ക്? ഓ അളയനാണ് മൊട. എനിക്കൊന്നും പോടാ, കണ്ട വെയിലല്ല എന്നെ കൊണ്ട് കൊള്ളിപ്പിച്ചിട്ട്. വേല കൊള്ളിച്ചെന്ന് അളയൻ ഏതോ എന്റെ മരത്തിന്റെ നാളത്ത് വന്നിട്ട് എന്നെയല്ലേ വേല കൊള്ളിച്ചത്. ഞാൻ ആ നാട് മൊത്തം ഓടി വരികയായിരുന്നു. അളിയ എന്തൊക്കെ പറഞ്ഞാലും അളിയനാണ് വളം വെച്ച് അവനെ വഷളായി കൊണ്ടുവരുന്നത് കേട്ടാ. ഞാൻ വഷളാക്കിയതല്ലേ? കല്യാണത്തിന് മുമ്പ് ഞാൻ എങ്ങനെ നടന്നു വല്ല പിടിയുണ്ടോ? ഇപ്പൊ ഇവരുടെ കൂടെ കൂട്ടിയിട്ട് ഞാൻ മൊത്തം വഷളായി. പറഞ്ഞിട്ടൊന്നും അളയൻ കെട്ടിയത് തന്നെയാണ്, നേച്ചിയല്ലേ കെട്ടിയത്. ഒന്നുമില്ല. നീ വല്ല അറിയുന്നുണ്ടാ? എന്തോന്നു? നിന്റെ അനിയത്തിക്ക് പഠിക്കാൻ പോണെന്ന്. അനാർക്കലിയുടെ കവർ എടുത്തില്ലേ? ഏതനീത്തിക്ക്? നീ എന്തോന്ന് പഠിക്കാൻ പോണേ? നീ ഇപ്പൊ പഠിച്ചോണ്ടിരിക്കല്ലേ? ലച്ചു എങ്ങാനും ഇത് കണ്ടു കഴിഞ്ഞാ വെറുതെ പ്രശ്നം ഉണ്ടാക്കും. പണിപ്പാളും. അതെ, മക്കൾ ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുന്നത് പഠിച്ചു കഴി, എന്നിട്ട് വല്ല ജോലിക്കുമ്പോ നിന്നെ പണിക്ക് വിട്ടിട്ട് വേണം എനിക്ക് സ്വസ്ഥമായിട്ട് വീട്ടിൽ ഇരിക്കും. അതിപ്പോ നീ പണിക്ക് പോയാലും മതി. ചേച്ചിക്ക് പണിക്ക് പോവാ. എനിക്ക് വിശക്കണം, ഞാൻ പോയി വല്ലതും കഴിക്കട്ട്. അളിയാൻ പറഞ്ഞളിയാ? ഇല്ല, നീ കഴിച്ചോ. എന്താ? ഒന്നുമില്ല, എനിക്ക് ചിലപ്പോ ഒന്ന് പുറത്തേക്ക് പോകേണ്ടി വരുവേ. അതിന് നീ ഇപ്പൊ പോയിട്ട് വന്നേരുള്ളൂ, ഇപ്പൊ പോണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് പോവാ. അതളെ ഇപ്പൊ പോവണ്ട, ഭയങ്കര വെയിലാണ്. ഞാനൊക്കെ അടിച്ച അളിയന്റെ ബ്യൂട്ടി ഒക്കെ പോവും. ഗ്ലാമറൊക്കെ പോട്ടോ. എന്തോ മറന്ന പോലെ. മറക്കാനാ? അതിന് മറക്കാൻ നീ ഇവിടുന്നൊന്നും പോയപ്പോ കൊണ്ടുപോയില്ലല്ലോ. കൊണ്ടുപോയില്ലല്ലേ? ഇല്ല. എന്താ? ഒന്നുമില്ല. അല്ല, മൊത്തത്തിലൊരു വെപ്രാ. ഒന്നുമില്ല, ജസ്റ്റ് തോന്നണ ആണ്. നമുക്ക് എന്നാ
ഡ്രസ്സോ ഇവിടെ വെച്ച പണി പാളും